ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം ഡോക്ടറാണ്. ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോകമെമ്പാടും നമ്മൾ വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് ആചരിക്കുകയാണ്. പലരുടെയും സംശയം ഒരു കുഞ്ഞ് ജനിച്ചാൽ എപ്പോൾ മുതൽ മുലപ്പാൽ കൊടുത്തു തുടങ്ങണം എന്നുള്ളതാണ്. വിതിൻ ഫസ്റ്റ് അവർ ഓഫ് ഡെലിവറി, ബി ഇറ്റ് നോർമൽ ഓർ സിസേറിയൻ, നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അമ്മയുടെ മുലയിൽ നിന്ന് വരുന്ന ആദ്യത്തെ പാലിനെ കൊളസ്ട്രം എന്നാണ് വിളിക്കുന്നത്. അത് മഞ്ഞ നിറത്തിലും കട്ടി കൂടിയതുമുള്ള പാലാണ്. രോഗപ്രതിരോധത്തിനുള്ള ആന്റിബോഡീസ് അടങ്ങിയിട്ടുള്ള പാലാണിത്. അമൃതത്തെക്കാൾ വിലയേറിയ പാൽ എന്നാണ് ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ആൻഡ് കൊളസ്ട്രം ഷുഡ് ബി ദ ഫസ്റ്റ് വാക്സിനേഷൻ ദാറ്റ് യുവർ ചൈൽഡ് ഷുഡ് ബി റിസീവിംഗ്. കുഞ്ഞ് ജനിച്ച ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇതിന് പുറമെയുള്ള വെള്ളങ്ങളോ മറ്റു പാനീയങ്ങളോ ഒന്നും കുഞ്ഞിന് നൽകാൻ പാടുള്ളതല്ല. ഒരു കുഞ്ഞു മുലപ്പാൽ കുടിക്കുമ്പോൾ കുഞ്ഞിന് ബുദ്ധിശക്തി വർദ്ധിക്കുവാനും ഭാവിയിൽ ഉണ്ടാകുവാനുള്ള ഒബീസിറ്റി പോലുള്ള രോഗങ്ങൾ കുറയ്ക്കുവാനും കുഞ്ഞിനെ സഹായിക്കും. അമ്മയെ സംബന്ധിച്ചിടത്തോളം പ്രസവാനന്തരം വരുന്ന അമിതഭാരത്തെ കുറയ്ക്കുവാനും ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ, മറ്റ് കാർഡിയോവാസ്കുലർ ഡിസീസസിൽ നിന്നുമെല്ലാം അമ്മയെ പ്രൊട്ടക്ട് ചെയ്യും. ഒരു പുതിയതായ അമ്മയായ ഒരാൾക്ക് ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് അവരുടെ പാലിന്റെ അളവ് കുറവാണ്. നമ്മൾ ലാക്ടേറ്റിംഗ് മദേഴ്സ് എപ്പോഴും ഒരു 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കുകയും അവരുടെ കാലറി, പ്രോട്ടീൻ ഇൻടേക്കിന്റെ അളവ് കൂട്ടുകയും ചെയ്യണം. എത്രത്തോളം കുഞ്ഞ് സക്ക് ചെയ്യുന്നു അത്രത്തോളം പാല് അമ്മയ്ക്ക് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയും. നമ്മുടെ ബ്രസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലാൻഡിൽ നിന്നുമാണ് പാൽ പുറപ്പെടുവിക്കുന്നത്. ഇതിന് സഹായിക്കുന്നത് 2 ഹോർമോൺസ് ആണ്, ഓക്സിറ്റോസിൻ, പ്രൊലാക്റ്റിൻ. കുഞ്ഞിന്റെ സക്കിംഗ് റിഫ്ലക്സ് മൂലമാണ് ഈ ഹോർമോൺസ് ആക്റ്റീവ് ആകുന്നത്. ഈ വർഷത്തെ ലോകാരോഗ്യ സംഘടനയുടെ വേൾഡ് ബ്രസ്റ്റ് ഫീഡ് വീക്ക് തീം പറയുന്നത് ലെറ്റ്സ് മേക്ക് ബ്രസ്റ്റ് ഫീഡിംഗ് ആൻഡ് വർക്ക് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഇടയിലുള്ള എല്ലാ അമ്മമാരും ജോലി ചെയ്യുന്നവരാണ്. ജോലി ചെയ്യുന്ന അമ്മമാരിൽ ബ്രസ്റ്റ് ഫീഡിംഗ് പ്രൊമോട്ട് ചെയ്യുവാനാണ് ഇങ്ങനത്തെ ഒരു തീം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ജോലി ചെയ്യുന്ന അമ്മമാർ ബ്രസ്റ്റ് മിൽക്ക് പമ്പ് ചെയ്തും സ്റ്റോർ ചെയ്ത് വെച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. പമ്പ് ചെയ്ത ബ്രസ്റ്റ് മിൽക്ക് റൂം ടെമ്പറേച്ചറിൽ 4 മണിക്കൂർ വരെയും 1 മുതൽ 4 ദിവസം വരെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. ഈ റെഫ്രിജറേറ്ററിൽ നിന്നും എടുത്ത പാല് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം മാത്രം കുഞ്ഞിന് കൊടുക്കാം. ബാക്കി വരുന്ന പാൽ തിരിച്ച് ഫ്രിഡ്ജിൽ വെക്കാതെ ഡിസ്കാർഡ് ചെയ്യേണ്ടതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജന്മാവകാശമായ മുലപ്പാൽ ഓരോ കുഞ്ഞിലേക്കും എത്തിക്കുന്നത് വരെ നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാം. നന്ദി.